ഹലോ, ഹായ് ഓൾ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദെൻ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന മാതിരി നമ്മൾ ഇതിന് ഇൻട്രാഡേ അനാലിസിസ് നോക്കും. പ്ലസ് നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് OA ചാർട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ടാണ് നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് ഒക്കെ നോക്കുന്നത്. സോ ഇൻട്രാഡേ അനാലിസിസ് നോക്കുന്നത് തന്നെ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിന്റെ ആ ബിഹേവിയർ കാര്യങ്ങളൊക്കെ മനസ്സിലാവാനാണ്. നിങ്ങൾക്ക് അവിടെ നമുക്ക് പ്രൈസ് ആക്ഷൻ മനസ്സിലാവും. അതിന്റെ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ്, മാർക്കറ്റ് പോകുന്നത് എങ്ങനെയാണ്, റെസിസ്റ്റൻസ് എടുത്തേക്കുന്നത് എവിടെയാണ്, റിജക്ഷൻ വന്നേക്കുന്നത് എവിടെയാണ്, ആ കാര്യങ്ങളൊക്കെ ഈവൻ നിങ്ങളൊരു ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ ഒരു മാർക്കറ്റിന്റെ ആദ്യം മൂവ്മെന്റിനെ പറ്റി ഒന്ന് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ മൂവ്മെന്റ് പഠിച്ചാൽ തന്നെ പിന്നെ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ പഠിച്ചാൽ ഈസി ആയിട്ട് മാർക്കറ്റിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും, ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും. സോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ എല്ലാ ദിവസവും ഇൻട്രാഡേ അനാലിസിസ് നോക്കും. അപ്പോൾ ഇൻട്രാഡേ അനാലിസിസിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കാം, മാർക്കറ്റിന്റെ റെസിസ്റ്റൻസ്, സപ്പോർട്ട്, അതൊക്കെ അതും ഒന്ന് വാച്ച് ചെയ്യുക, അനാലിസിസ് ചെയ്യുക. ദെൻ നമുക്ക് നാളത്തേക്കുള്ള ലെവൽസിന് വേണ്ടിയാണ് OA ചാർട്ട് നോക്കുന്നത്. പ്ലസ് നമുക്ക് FID ഡാറ്റ ഒക്കെ നോക്കുന്നത് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എൻക്വയറീസ് വഴി ഞങ്ങളെ സമീപിച്ചാൽ നമുക്ക് ഒരു ബേസിക് ലെവൽ തൊട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇൻട്രാഡേ മാർക്കറ്റിനെ ഫ്രീ ആയിട്ട് തന്നെ അനാലിസിസ് ചെയ്ത് സുഖമായിട്ട് നമുക്ക് ഭാവിയിൽ നല്ല ഒരു ലോങ് ടേമിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ അതൊരു ബിൽഡപ്പ് ചെയ്തെടുത്തിട്ട് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കും. സോ അപ്പോൾ ഇനി കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല, നമുക്ക് നമ്മുടെ മാർക്കറ്റിന്റെ അനാലിസിസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എപ്പോഴും നോക്കുന്നത് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നിഫ്റ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ ഓൾറെഡി ചാനലിൽ ഒന്ന് കാണിക്കാം. നമ്മൾ ചാനലിൽ എല്ലാം ഡിസ്കസ് ചെയ്തു. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. സോ അതിന്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൺസ് അഗൈൻ നിങ്ങൾ ഫോളോ ആരെങ്കിലും ഇതിൽ ഈ കാര്യങ്ങൾ മാർക്കറ്റിന്റെ ലെവൽസ് കാര്യങ്ങൾ സപ്പോർട്ടൊക്കെ അറിയണമെങ്കിൽ ഈ ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. സോ അപ്പോൾ ബാക്ക് ടു നമുക്ക് അനാലിസിസിലേക്ക് വരാം. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് നിഫ്റ്റി തന്നെ. അതിനുശേഷം ഒരു കംപ്ലീറ്റ്ലി സൈഡ് വേസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു നമുക്കൊരു പോസിറ്റീവ് ബയാസിലാണ് FID ഡാറ്റ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ അത് അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്. സോ അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കാണാം. ആദ്യം ഫസ്റ്റ് ഡേ ക്യാൻഡലിന്റെ ലോ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ കംപ്ലീറ്റ്ലി ഒരു അപ്സൈഡിലായിട്ട് ഒരു പോസിറ്റീവ് ബയാസിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്ത് പിന്നെ ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. ഇവിടെയാണ് നമുക്ക് സോണിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. കണ്ടോ, സോൺ എവിടെയാണോ ആ സോണിൽ അവിടെ ടച്ച് ചെയ്തു, അവിടെ നിന്ന് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് തന്നിട്ട് പിന്നെ ക്വിക്ക് ഫാൾ ആയി. അപ്പോൾ വൺസ് ഒരാൾ ഇവിടെ ഡേ ഹൈ അല്ലെങ്കിൽ ഇന്നലത്തെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരാൾ കയറിയ ഈ സോൺ അറിയില്ല എങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ അവിടെ SLE ആവും. ബിക്കോസ് അത് കഴിഞ്ഞ് ക്വിക്ക് ഫാൾ ആണ് വന്നത്. അവിടെ SLE സെറ്റ് ചെയ്തില്ലെങ്കിൽ നല്ല ലോസിലും വരും. സോ അപ്പോൾ അതാണ് നമുക്ക് സോൺ കറക്റ്റ് ആയിട്ട് ചെയ്താൽ സോൺ ബ്രേക്ക് ഔട്ട് ചെയ്യണവരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ചെറിയ മൂവ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എനിവേ, അപ്പോൾ എന്തായാലും നിഫ്റ്റി കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ലോ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി ഇന്നും മാർക്കറ്റ് അവസാനിച്ചേക്കുന്നത്. വിത്ത് കുറച്ച് നല്ല അത്യാവശ്യം നല്ല വോളറ്റൈൽ ആയിട്ട് തന്നെയാണ് ഇന്ന് നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് ഉണ്ടായേക്കുന്നത്. ദെൻ ബാങ്ക് നിഫ്റ്റിയും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആയിരുന്നു ഓപ്പണിംഗും. ദെൻ താഴെ സപ്പോർട്ട് എടുത്തിട്ട് ദെൻ മേളിൽ ഒരു പോസിറ്റീവ് ബയാസിൽ തന്നെ ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്തു. നിങ്ങൾക്ക് അറിയാം, മേളിൽ സപ്ലൈ സോണിൽ വന്നിട്ടാണ് നമുക്ക് ചെറിയ രീതിയിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ഇതെടുത്തു. ലാസ്റ്റ് 3 o'clock നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി സെയിം ഒരു താഴേക്ക് ഒരു ഫോളോ ആയി. സോ അപ്പോൾ ഈസി ആയിട്ട് കാണാം, ഡിമാൻഡ് സോണും താഴെ ഡിമാൻഡ് സോൺ ഉണ്ട്. ഡിമാൻഡ് സോണിൽ വന്നിട്ട് അവിടെ വന്നില്ല. ഡിമാൻഡ് സോൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടും സപ്ലൈ സോൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും. ഇത് നമ്മൾ ഇൻട്രാഡേ ലെവൽസിലാണ് പറയുന്നത്. വൺസ് ഇൻട്രാഡേ ലെവൽസ് അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു രീതിയിലുള്ള മേളിലേക്ക്. പ്ലസ് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഡാറ്റയും കൂടി എപ്പോഴും നോക്കാറുണ്ട്.
അപ്പോൾ ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഈ സോൺ ബ്രേക്ക് ചെയ്തെന്ന് വിചാരിച്ച് നമ്മൾ ഒറ്റയടിക്ക് അവിടെ എടുക്കുന്നില്ല. അവിടെ നമുക്ക് ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണോ, അല്ലെങ്കിൽ അവിടെ നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ടോ, സെയിം നിഫ്റ്റി ആൻഡ് ബോത്ത് ഇൻഡൈസസ് ആറ് നമുക്ക് ബോത്ത് രണ്ട് ഇൻഡൈസസും ഒരുമിച്ച് ബ്രേക്ക് ഔട്ട് തന്നാൽ മാത്രമായിരിക്കും നമുക്ക് നല്ലൊരു മൂവ്മെന്റ് അവിടെ കിട്ടുക. അപ്പൊ ആ കാര്യങ്ങളും കൂടി ഒന്ന് വാച്ച് ചെയ്യുക. ദെൻ അപ്പൊ ഇതാണ് നമുക്ക് കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒക്കെ ഉള്ളത്. നമ്മൾ പറഞ്ഞ സപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത പറഞ്ഞു 48,000 ചെറിയ രീതിയിൽ സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലൈറ്റായിട്ട് ഗ്രീനും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ അതൊക്കെയാണ് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസിലുള്ളത്. പോസിറ്റീവ് ബയാസ് ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ മീൻസ് ലാസ്റ്റ് 30 മിനിറ്റ്സിലാണ് നമുക്ക് ആ 3 മണിക്ക് ശേഷമുള്ളതിനാണ് നമുക്ക് നല്ലൊരു ഫാള് ഉണ്ടായേക്കുന്നത്. എനിവേ അപ്പൊ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഡേ ഓപ്പണിലും കുറച്ചൊന്ന് താഴെ ഇതാകേണ്ട വന്നു, മീൻസ് ക്ലോസിങ് കിട്ടി. ബട്ട് നിഫ്റ്റിക്കാണെങ്കിൽ ഒരു 0.05 പ്ലസ് ആയിട്ട് തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കണം. സോ അതാണ്. അപ്പൊ അതിന് ഇത് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ. സോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നിഫ്റ്റിയുടെ തന്നെയാണ്. നിഫ്റ്റിയുടെ സോൺ നമുക്ക് OA അനാലിസിസ് വെച്ചിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ജസ്റ്റ് 1 minute ഫോർ ദാറ്റ്. ഓക്കെ. സോ ഇതാണ് അപ്പം നിഫ്റ്റിയുടെ ഒരു നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യാറുള്ള നമ്മുടെ നിഫ്റ്റി വീക്ക്ലി OA ചാർട്ടാണ്. മാക്സിമം സപ്പോർട്ട് മാക്സിമം അത് ഇൻട്രാഡേ ഹിസ്റ്റോറിക്കൽ. ഓക്കെ, സോറി, ഹിസ്റ്റോറിക്കൽ അനാലിസിസിലാണ് മാക്സിമം സപ്പോർട്ട് 21,700 മാക്സിമം സപ്പോർട്ട് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 21,700 ആൻഡ് 21,800 ലാർജ് റെസിസ്റ്റൻസ് 22,000. ഓക്കെ, അപ്പോൾ അതാണ് 21,700. പിന്നെ വന്നത് 21,500, അതിൻ്റെ ഇടയിൽ 21,600. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഇതിൽ 21,800 നമുക്ക് ഇത് പോയോ നോക്കണം. ഓക്കെ, 21,800 പൊട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അവിടെ റെസിസ്റ്റൻസ് കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഈ ഒരു ലെവൽ 21,700 to 21,800 ആണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ ആ ഒരു ബോക്സ് നമ്മൾ വരക്കാം. 21,700 സി ഇതാണ്. ഇവിടെ നമുക്ക് കുറച്ച് സപ്പോർട്ട് കുറച്ചധികം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഡാർക്ക് ആക്കാണ്. 21,700 സപ്പോർട്ട്. ദെൻ ഇവിടെ കുറച്ച് ഇതായതുകൊണ്ട് നമ്മളത് ലൈറ്റ് ഷെയ്ഡിൽ മീൻസ് അവിടെ കുറച്ച് പൊട്ടുമുണ്ട്. അപ്പോൾ ലൈറ്റ് ആൻഡ് ഗ്രീൻ. ഓക്കെ, ഇത് കൊടുക്കാം. സി അവിടെ നമുക്ക് പുട്ടും ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് നമ്മളപ്പോൾ. അതുകൊണ്ട് ഒരു ഒറ്റയടിക്ക് അത് റെസിസ്റ്റൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും നമുക്ക് അവിടെ ഒരു ഇൻട്രാഡേ ഷോർട്ട് സ്ട്രാഡിലിന്റെ ഫോർമേഷൻ തന്നെയാണ് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാനുള്ളത്. ബട്ട് അവിടെ കുറച്ച് പുട്ട് കുറഞ്ഞതുകൊണ്ട് നമുക്ക് കുറച്ച് റെസിസ്റ്റൻസ് അധികമായിട്ട് ഫീൽ ചെയ്യാം. എനിവേ താഴെ കുറച്ചധികം പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. സോ അപ്പോൾ അത് നമുക്ക് നല്ല സപ്പോർട്ട് ആക്കാം. ഈ ഒരു സോണാണ് നിഫ്റ്റി കറന്റ്ലി ഹോൾഡ് ചെയ്യുന്നത്. ദെൻ പിന്നെ നമുക്ക് 21,600 ഒരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും ഡ്രോ ചെയ്തിട്ടേക്കാം. സോറി. അപ്പോൾ 21,600 സപ്പോർട്ടാണ്. ദെൻ 21,500 സപ്പോർട്ടാണ്. സോ അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന സപ്പോർട്ട് അപ്പോൾ 21,700 താഴെ വന്നാൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 21,600. പിന്നെ വരുന്ന സപ്പോർട്ടാണ് 21,500. നമ്മൾ ആദ്യം മുതൽ പറഞ്ഞത് 21,800 ഒരു ഷോർട്ട് സ്ട്രാഡിലാണെന്നാണ്. ഇപ്പോൾ ഷോർട്ട് സ്ട്രാഡിൽ നിന്ന് കുറച്ച് ഒരു പുട്ട് ബിൽഡിങ് കുറയണമുണ്ട്. നമുക്ക് അവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് കൂടുതലായിട്ട് ഫോം ചെയ്യാനായിട്ട് കാണാം. ഇനി 21,700 കോൾസും ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. സി കോളും ഈക്വലി, ഈ കോളും പൊട്ടും ഈക്വൽ ആയതുകൊണ്ട് ആ ഒരു സോണിന്റെ ഇടയിൽ മിക്കവാറും നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ ഈ വീക്ക് ട്രേഡ് ചെയ്യാൻ നോക്കാം. കറന്റ്ലി സിറ്റുവേഷനിലാണ്. ദെൻ ഇനി നാളെ അത് മാറാം. മീൻസ് നാളത്തെ മാർക്കറ്റ് കഴിയാനനുസരിച്ച് നമുക്ക് വ്യൂ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതിന്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ നാളെയാണ് നമുക്ക് അതിനെ ഫുൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ബട്ട് നമുക്ക് അറിയാം PCR നമുക്ക് 1.01 കാണിക്കുന്നത്. അത് ഗുഡ് ആണ്, ബുള്ളിഷിലേക്കാണ് അവിടെ മീൻസ് അവിടെ ഒരു ഇൻഡിക്കേഷൻ തരുന്നത്. സോ അതാണ്. അപ്പൊ നിഫ്റ്റിയുടെ അനാലിസിസ് ലെവൽസ് നോക്കുക. ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ചെറിയ രീതിയിലുള്ള ഒരു പുട്ട് അൺവൈൻഡിങ്, ബട്ട് ഇവിടെ പുട്ട് കൂടുന്നതായിട്ട് കാണാം.
കോൾസ് കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ രണ്ട് രീതിയിലും 21,700 to 21,800 നമുക്ക് രണ്ട് രീതിയിലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ മീൻസ് അവിടെ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ താഴെ പോയാലും ഒരു കൺസോൾട്ടേഷൻ വിത്ത് ഒരു പോസിറ്റീവ് ബയാസ് ഇവിടെയും കാണും. ആൻഡ് മേളിലേക്ക് വന്നാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു പുൾ ബാക്കും അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇൻട്രാഡേ ലെവൽസും കൂടി നോക്കുക. PCR 1 ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ഏകദേശം മാക്സിമം കോള് 48,500 ആൻഡ് മാക്സിമം സപ്പോർട്ട് 48,500 റേഞ്ച് ആണ്. പിന്നെ എല്ലായിടത്തും കോളും പുട്ടും ഏകദേശം ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ബട്ട് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ആയിട്ട് വന്നേക്കുന്നത് 48,500 ആണ്. ഓക്കെ, അപ്പോൾ 48,500 തന്നെയാണ് നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് കാണുന്നത്. 48,000 കുറച്ചും കൂടി സപ്പോർട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് സപ്പോർട്ട് കുറച്ചും കൂടി അവിടെ ഹെവി ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ ഇടയിലൊക്കെ കോൾ പുട്ടുണ്ട്. മീൻസ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മൂവ്മെന്റ് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ഒരു പുട്ട് ആൻഡ് കോൾ ബിൽഡിംഗ് ഒക്കെ കാണാൻ കഴിയും. ബട്ട് അത് നമ്മളത് നോക്കുന്നില്ല. മാക്സിമം കോൾ ആൻഡ് പുട്ടാണ് നമുക്ക് സപ്പോർട്ടും ആൻഡ് റെസിസ്റ്റൻസും ഒക്കെ. അപ്പോൾ മാക്സിമം 48,000 ഇപ്പോൾ പുട്ട് കുറച്ച് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. മാക്സിമം കോൾ ആണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. ദെൻ ഇനി നമ്മൾ നോക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് 47K. അപ്പോൾ അത് നമ്മൾ കറന്റ്ലി നോക്കുന്നില്ല. ബട്ട് ബിക്കോസ് നമുക്ക് എല്ലായിടത്തും പുട്ടും കോളും വരുന്നുണ്ട്. നമുക്ക് അവിടെ നമുക്കൊരു കൺസോൾട്ടേഷൻ വിത്ത് താഴെ വന്നാൽ നമുക്കൊരു സപ്പോർട്ട് എടുക്കും എന്ന് നമുക്ക് തന്നെ വിചാരിക്കാം. ബിക്കോസ് നമുക്ക് അവിടെയൊക്കെ ഓൾറെഡി പുട്ടും ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ 47,500 ഒരു ചെറിയ രീതിയിലുള്ള ഇത് പറഞ്ഞായിരുന്നു. 47,500 നോക്കട്ടെ. 47,500 സ്റ്റിൽ അവിടെ നമുക്ക് ഇപ്പോൾ ഒരുപാട് പുട്ട് ബിൽഡ് ചെയ്ത്, പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് 47,000 എനിവേ എന്നാലും നമുക്ക് ഇമ്പോർട്ടൻറ്റ് 48 to 48,500 തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി നമുക്ക് പറയാനുള്ളത് 48 to 48,500 സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. 48 അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ആണ് വിത്ത് നമുക്ക് ലെവൽസ് ഇൻട്രാഡേ സോൺസിന്റെ ലെവൽസും കൂടി വാച്ച് ചെയ്യാൻ നോക്കണം. അതിനുശേഷം മാത്രം നമുക്ക് ഒരു ഫോൾ ആണെങ്കിൽ നമുക്ക് ആ ഫോൾ എടുക്കുക, അല്ലെങ്കിൽ അപ് ട്രെൻഡ് ആണെങ്കിൽ അപ് ട്രെൻഡ് എടുക്കാനുള്ള ഇതുള്ളൂ. എനിവേ അപ്പോൾ അതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് FIDA ഡാറ്റയാണ്. FIDA ഡാറ്റയാണ്. ഓൾ മാർക്കറ്റ് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ആയിരിക്കണമെന്ന് നോക്കാം. പുതിയ ഇതിലാണ്. അപ്പോൾ നമ്മൾ മൈൽഡ് ബിയറിഷ്. ഓക്കെ, ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു. ലാസ്റ്റ് ദിവസം FI ഇൻഡെക്സിൽ ബുള്ളിഷ്, ഇൻഡെക്സ് ഓപ്ഷൻസിൽ ബുള്ളിഷ്, പ്രോയിലാണെങ്കിൽ മീഡിയം ബുള്ളിഷ് ആയിരുന്നു. ദെൻ മീഡിയം ബിയറിഷ് കുറച്ച് രീതിയിൽ മാത്രമേ നമുക്ക് പ്രോയിൽ മാത്രമായിരുന്നു. ഇൻഡെക്സ് ഓപ്ഷൻസിൽ മീഡിയം ബിയറിഷ് കാണാൻ സാധിക്കുക. ഇന്ന് നോക്കുകയാണെങ്കിൽ FI ഫ്യൂച്ചേഴ്സിൽ മൈൽഡ് ബിയറിഷ് വന്നിട്ടുണ്ട്. മൈൽഡ് ബിയറിഷ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ വന്നിട്ടുണ്ട്. പ്രോയിൽ മൈൽഡ് ബുള്ളിഷ് വന്നിട്ടുണ്ട്. ദെൻ ഇൻഡെക്സ് ഓപ്ഷൻസിൽ മൈൽഡ് ബിയറിഷ് ആണ്. മീൻസ് മീഡിയം ബിയറിഷും അല്ല, സ്ട്രോങ് ബിയറിഷും അല്ല, മൈൽഡ് ബിയറിഷ് ആണ്. കൺസോൾട്ടേഷൻ നമുക്ക് ചെറിയ രീതിയിൽ താഴേക്ക് വന്നാലും അവിടെ സപ്പോർട്ട് എടുക്കാൻ നമുക്കിതിന് ഈ ഒരു അനാലിസിസ് വെച്ച് തന്നെ സാധിക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിൽ കോൾസിൽ സ്ട്രോങ് ബുള്ളിഷ് ആണ്, പുട്ടിൽ സ്ട്രോങ് ബിയറിഷ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവിടെ നമ്മൾ ഇൻഡെക്സ് ഓപ്ഷൻസിൽ മൈൽഡ് ബിയറിഷിലേക്ക് പോയത്. മാക്സിമം പുട്ട് സൈഡിലാണ് വരുന്നത്. ദെൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ പ്രോയിൽ മൈൽഡ് ബുള്ളിഷ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. ഇൻഡെക്സ് ഓപ്ഷൻസിൽ കോൾസിൽ മീഡിയം ബിയറിഷ് ആൻഡ് പുട്ടിൽ മൈൽഡ് ബുള്ളിഷ്. ഓക്കെ, അത് രണ്ടും ഏകദേശം ഈക്വലാണ്. മീഡിയം അപ്പോൾ നമുക്ക് കുറച്ചൊരു താഴേക്ക് കാണാൻ കഴിയാൻ മീൻസ് ഒരു റെഡ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ബട്ട് അത് രണ്ടും മൈൽഡാണ്. നമ്മളിനി നാളെ ഒരു സപ്പോർട്ട് കിട്ടി മേളിലേക്ക് പോവുകയാണെങ്കിൽ മീൻസ് അവിടെ നമുക്ക് ഈ സിനാരിയോ മാറും. മീൻസ് ഓവറോള് മാർക്കറ്റ് ഒരു ഫുള്ളി ഔട്ടായിട്ട് അവിടെ കാണുന്നില്ല. ഈവൻ മീഡിയം ബിയറിഷ് പോലും നമുക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നിന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതാണ് മാക്സിമം മാർക്കറ്റ് ബിയറിഷിലേക്ക് വന്നിട്ടില്ല. ലാസ്റ്റത്തെ ഒരു 30 മിനിറ്റ്സ് മാത്രമാണ് നമുക്കൊരു ഫോൾ ഉണ്ടായിരിക്കുന്നത്. ദെൻ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെക്കാളും കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി ഒരു ആക്ടിവിറ്റി കാണാൻ കഴിയുന്നുണ്ട്.
കോൾസിലും ബുൾസിലും കാണാൻ കഴിയുന്നുണ്ട്. സോ FA കോൾ ചേഞ്ച് വരുന്നത് 2.1 ലാക്ക്, ബുള്ളിഷിലേക്ക് വന്ന പുട്ട് 2.28 ലാക്ക്. സോ മീഡിയം ചെറിയ രീതിയിൽ പുട്ട് ബിൽഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് നമുക്ക് രണ്ടും ഈക്വലി ആണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു അൺവൈൻഡിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് അത് ഓക്കെയാണ്. ഒരു വലിയൊരു ബിയറിഷ് ക്യാൻഡിലൊന്നും അവിടെ നമുക്ക് വന്നിട്ടില്ല. സോ സ്റ്റിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെ ആയിരിക്കും. ചെറിയൊരു വോളറ്റൈൽ ഉണ്ടാവും എന്ന് മാത്രം. ദെൻ ഇനി നമുക്ക് ക്യാഷ് മാർക്കറ്റും കൂടി നോക്കാം. ക്യാഷ് മാർക്കറ്റിൽ FIS സെൽ സൈഡ് ആണ്, ജസ്റ്റ് 856 crore, ബട്ട് DIS ബൈ വന്നിട്ടുണ്ട് 410 crore. അപ്പോൾ FIDA ഡാറ്റ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ FIDA ഡാറ്റ നമുക്കൊരു കംപ്ലീറ്റ്ലി ന്യൂട്രൽ ആയിട്ട് തന്നെയാണ്. സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് ബയാസിലായിരിക്കും. സ്ലൈറ്റ്ലി നെഗറ്റീവ് ബയാസ് അവിടെ നമുക്ക് സപ്പോർട്ട് എടുക്കാൻ മാക്സിമം ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതെപ്പോഴും നോക്കുക. താഴെ പൊട്ട് നല്ല ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ 48,000ഉം നിഫ്റ്റിയിൽ 21,700ഉം ആണ്. സോ ആ ലെവൽസ് കാര്യങ്ങൾ വാച്ച് ചെയ്ത് പ്ലസ് ഇൻട്രാഡേ സോൺസും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു ഓപ്ഷൻ ബയേഴ്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ ചിലപ്പോൾ അവിടെ SL ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ മാത്രം നിങ്ങൾ ട്രേഡിനെ കാണാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും മൈൻഡ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ചാനൽസിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ എൻക്വയറീസിൽ വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാം. അതിലൂടെ നമുക്ക് കുറച്ചും കൂടി നിങ്ങൾ ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ആയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണെങ്കിൽ അതും കൂടി ഒന്ന് നോക്കുക. ദെൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഫോൾസ് ബ്രേക്ക്ഔട്ട് കാര്യങ്ങളില്ലാണ്ട് നിങ്ങളുടെ അനാവശ്യ ട്രേഡുകൾ ഒഴിവാക്കാനും ഇതൊക്കെ സാധിച്ചാൽ ഞങ്ങളും ഹാപ്പിയാണ്. സോ അപ്പോൾ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും ക്യാപിറ്റൽ സേഫ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യാനും നോക്കുക. And thanks for watching this video.